ഒരു രാഷ്ട്രത്തിന്റെ വളർച്ച രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന് സാധനാ പരിജനങ്ങൾ, രണ്ട് അവരെ നയിക്കാനുള്ള ചരിത്ര പുരുഷന്മാർ. അനുഷ്ഠാനങ്ങളിലൂടെ, സാധനയിലൂടെ ദിശാബോധമുള്ള പരിജനങ്ങൾ. അവർ എത്രമാത്രമുണ്ടെങ്കിലും ചരിത്ര പുരുഷന്മാരുടെ അഭാവത്തിൽ, യുഗപുരുഷന്മാരുടെ അസാന്നിധ്യത്തിൽ അവരുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഫലപ്രാപ്തിയിലെത്തില്ല. അപ്പോൾ നരകതുല്യമായ സാഹചര്യമായിരിക്കും. പക്ഷേ യുഗപുരുഷന്മാരുടെ, ചരിത്ര പുരുഷന്മാരുടെ സാന്നിധ്യമുണ്ടെങ്കിൽ പരിജനങ്ങളുടെ എണ്ണം തുലവും കുറവാണെങ്കിൽ പോലും വലിയ വലിയ സാധ്യതകളിലേക്ക്, പുതിയ പരിതസ്ഥിതികളിലേക്ക് അവർ കൈപിടിച്ച് ഉയർത്തപ്പെടും. ഒരിക്കൽ വന്ദനീയ മാതാജിയുടെ അടുത്ത് തൻ്റെ 4 വയസ്സുള്ള കുട്ടിയുമായി ഒരു സ്ത്രീ എത്തി. എന്നിട്ട് ചോദിച്ചു, മാതാജി, എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം ഞാൻ എന്ന് തുടങ്ങണം? വന്ദനീയ മാതാജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞേ, നീ എത്തിയത് 5 വർഷം താമസിച്ചാണല്ലോ. അപ്പോൾ ആ സ്ത്രീ മനസ്സിൽ വിചാരിക്കുകയും ചോദിക്കുകയും ചെയ്തു, എൻ്റെ കുട്ടിക്ക് 4 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ 5 വർഷം മുമ്പ് ഞാൻ വന്നിട്ട് എന്തു കാര്യം? അപ്പോൾ മാതാജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞേ, കുട്ടിയുടെ വിദ്യാഭ്യാസം, ശിക്ഷണം ഇവ തുടങ്ങേണ്ടത് ജനിച്ചു കഴിഞ്ഞല്ല, മറിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ മുതലാണ്.